ഈ വക ഭീകരാക്രമണങ്ങൾ, നിഗൂഢമായ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോഴൊക്കെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറയുവാൻ മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 1991 ശേഷമാണ് ഈ തരത്തിലുള്ള ഭീകരവാദ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. 2005 ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2005 നമ്മൾ ഓർക്കണം, ഈ അസീം ആനന്ദയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമല്ല, 2005 എന്തായിരുന്നു ആ ക്യാമ്പയിന്റെ പ്രമേയം? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ചും സമഗ്രമായ പുനരന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഫോടനത്തിന്റെ പിന്നിലും, ഓരോ ഭീകരാക്രമണത്തിന്റെ പിന്നിലും ദുരൂഹമായ ചില കൈകളുണ്ട്. അതിൽ മൊസാദിന്റെ, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കൈയുണ്ട്, അമേരിക്കൻ ചാരസംഘടനയായ CIA കൈയുണ്ട്. ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഇന്ത്യയിലെ മച്ചുനന്മാരായിട്ടുള്ള, ഇന്ത്യയിലെ നടത്തിപ്പുകാരായിട്ടുള്ള RSS എന്ന ഇന്ത്യയിലെ നമ്പർ 1 ഭീകര പ്രസ്ഥാനത്തിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സുചിന്തിതമായ കാഴ്ചപ്പാട്. ഇത് ഈ അസീമാനന്ദയും കൂട്ടരും വന്ന് പറഞ്ഞിട്ടുള്ള ചിന്ന ചിന്ന സ്ഫോടനങ്ങളുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയെ വിറപ്പിച്ച ഇന്ത്യൻ പാർലമെന്റിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്വേഷിക്കാൻ ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം. അതിന്റെ ദുരൂഹതകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം പറയാം. വിശദമായി സംസാരിക്കാൻ അത്യന്തം അപസർപ്പക സ്വഭാവത്തിലുള്ള ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെയുള്ള ഒരു സംഭവമാണ്. അത് മുഴുവൻ വിശദീകരിക്കാൻ നമുക്കില്ല. ഒരൊറ്റ സംഗതി മാത്രം പറയാം. ഈ പാർലമെന്റ് ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഏറ്റവും പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഈ ആക്രമണത്തിൽ 5 തീവ്രവാദികൾ പങ്കെടുത്തു, കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാർ നമ്മളോട് പറഞ്ഞത്. അന്ന് ഭരിച്ചിരുന്ന RSSന്റെ BJPയുടെ സർക്കാർ. അദ്വാനിയാണ് ആഭ്യന്തരമന്ത്രി, വാജ്പേയിയാണ് പ്രധാനമന്ത്രി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി, എല്ലാതരം ഭീകരവാദികളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി നോമ്പ് നോറ്റെടുത്തിരിക്കുന്ന RSSകാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അതിൽ 5 പേർ പങ്കെടുത്തു, 6 പേർ പങ്കെടുത്തു. 2 ഫീഹി കൗലാനി എന്ന് പറയും, 2 റിപ്പോർട്ടുണ്ട് അതിൽ. എത്രയല്ല, 5 ആവട്ടെ 6 ആവട്ടെ, ഈ ആളുകൾ, സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുകയാണ്, ഈ 5 ആളുകളുടെ പേരോ ഊരോ ഫോട്ടോ പടമോ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ച ആള്, ഒരാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ച അവന്റെ ഫോട്ടോ പിറ്റേ ദിവസം പത്രത്തിൽ വരും. ഒരു പെറ്റി കേസ് പെട്ട ആളുടെ പടം പോലും പത്രത്തിൽ അടിച്ചു വരുന്ന ഒരു നാട്ടിൽ ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച് കൊല്ലപ്പെട്ട നരാധന്മാരായിട്ടുള്ള, ഭീകരന്മാരായിട്ടുള്ള ആ 5 ആളുകളുടെ ഫോട്ടോ ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ ഇന്ത്യയിലെ ഒരു പത്രത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ പേരെന്താ, അവരുടെ ഊരെന്താ, അവർ തന്താര തള്ളാര, അവരെവിടുന്ന് വരുന്നു, എന്തിനു വന്നു, ഇതുവരെയും ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത്? ഇതിന്റെ ഒരു ദുരൂഹതയുടെ ഒരു സംഗതി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. വളരെ വിചിത്രമായ ഒട്ടേറെ കാര്യങ്ങൾ. ആ കേസിൽ, പാർലമെന്റ് ആക്രമണ കേസിൽ ഒരു തവണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കക്ഷിയുണ്ട്. ഞാൻ വ്യക്തിപരമായി അറിയുന്ന വളരെ അടുത്തൊരു സുഹൃത്താണ്. പ്രൊഫസർ SAR ഗിലാനി, സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മൂപ്പരെ ഇതിന്റെ തുടക്കത്തിൽ ഈ കേസിൽ ചേർത്താണ്, വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്, മനസ്സിലാക്കണം. പിന്നെ വെറുതെ വിട്ടു. ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചു, പിന്നെ വെറുതെ വിട്ടു. വെറുതെ വിട്ടെന്ന് മാത്രമല്ല, അങ്ങേർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് വരെ കോടതി പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഇപ്പോഴും ശമ്പളം വാങ്ങുമ്പോ പേനോണ്ട് ഒപ്പിടൂല, തമ്പ് ഇംപ്രഷൻ കൊടുക്കുകയാണ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കൈ ഇടിച്ച് കൈയിന്റെ ചലനശേഷിയൊക്കെ
ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഒരു യൂണിവേഴ്സിറ്റി, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സാധാരണഗതിയിൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു പൊസിഷനിലുള്ള ആളാണ്. അദ്ദേഹത്തെ വരെ ഫ്രെയിം ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ പീഡനങ്ങൾക്ക്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ആത്മകഥ എഴുതിക്കൂടെ? വിരലുകൾ കാണിച്ചു തന്നു. എങ്ങനെ എഴുതാൻ? ഈ വിരലുകൾ കൊണ്ട് എങ്ങനെ എഴുതാൻ? അപ്പൊ ഇത്രയും ദുരൂഹമായിട്ടുള്ള പാർലമെന്റ് ആക്രമണം. പാർലമെന്റ് ആക്രമണം മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏത് ഭീകരാക്രമണങ്ങൾ എടുത്ത് പരിശോധിച്ചാലും സുതാര്യമായ അന്വേഷണം അത് നടന്നിട്ടില്ല. സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് അസീമാനന്ദ ഒരു പരൽ മീൻ മാത്രമാണ്. മനസ്സിലാക്കണം, അസീമാനന്ദ വെറും ഒരു പരൽ. വലിയ വലിയ സ്രാവുകൾ, കൊമ്പൻ സ്രാവുകൾ പുറത്ത് കിടക്കുന്നുണ്ട്. അവരിങ്ങനെ കൊടിവെച്ച കാറിൽ ഇങ്ങനെ പോകും, ടെലിവിഷനിൽ വന്ന് വടായി വിടും. ഈ കൊമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അസീമാനന്ദയെ വെച്ച് കളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാ അസീമാനന്ദയുടെ രഹസ്യമൊഴി പുറത്തായത്? അസീമാനന്ദയുടെ രഹസ്യമൊഴി ഇങ്ങനെ പുറത്തായാൽ മുസ്ലിങ്ങളൊക്കെ അതിന്റെ പിന്നാലെ കൂടിക്കോളും, നാട്ടുകാരൊക്കെ അതിന്റെ പിന്നാലെ കൂടിക്കോളും, പത്രക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അതിന്റെ പിന്നാലെ കൂടിക്കോളും എന്ന് വിചാരിച്ചിട്ട് കൊമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പരൽ മീനുകളെ കുടുക്കുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് RSSന്റെ ഭീകരപ്രവർത്തനത്തിന്റെ ഒരു രീതിയാണ്. സുനിൽ ജോഷി എന്ന് പറയുന്ന അവരുടെ പ്രചാരകൻ. ആരാ സുനിൽ ജോഷിയെ കൊന്നത്? മധ്യപ്രദേശിലുള്ള അവരുടെ പ്രചാരകൻ. സംഝോധ എക്സ്പ്രസ് സ്ഫോടനത്തിലും അജ്മീർ സ്ഫോടനത്തിലും പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് സുനിൽ ജോഷി. അപ്പൊ ഇത് പുറത്ത് വരും എന്ന് തോന്നിയപ്പോ അങ്ങേരെ തന്നെ കൊന്നുകളഞ്ഞു. ലോകത്തുള്ള എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും കാണിക്കുന്ന മിനിമം മാന്യതയുണ്ട്. അതെന്താണ്? സ്വന്തം കാഡറുകളെ സംരക്ഷിക്കുക. എന്ത് വില കൊടുത്തും സ്വന്തം കാഡറുകളെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും കാണിക്കുന്ന മിനിമം മര്യാദയാണ്. ആ മര്യാദ പോലും കാണിക്കാൻ അതിനുള്ള ഒരു ഒരു നിലവാരം പോലും ഇല്ലാത്ത നാലാംകിട ഭീകര പ്രസ്ഥാനമാണ് ഈ RSS എന്ന് മനസ്സിലാക്കണം. സ്വന്തം പ്രചാരകൻ, ഈ പ്രചാരകന്മാരെന്ന് പറഞ്ഞാൽ കല്യാണം പോലും കഴിക്കാതെ ഈ സംഘത്തിന് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി ജീവിതം അർപ്പിച്ച ആളുകളാണ്. അവനെ തന്നെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞ ആഴ്ച പിടിക്കപ്പെട്ടു. ഒരു സ്വാമിജിയെ തന്നെ, ഒരു സ്വാധിയെ തന്നെ, സ്വാമിനിയെ തന്നെ അതിന്റെ പേരിൽ പിടിച്ചു. അപ്പൊ ഈ നിലക്ക് ഞാൻ ഇതിന്റെ ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരം ഓരോ സംഭവങ്ങളുടെയും വിശദാംശങ്ങൾ പരിശോധിക്കാൻ നിന്നാൽ നമ്മളൊക്കെ ഇങ്ങനെ വലിയ ഏതോ ഒരു സ്റ്റണ്ട് സിനിമ കാണുന്നത് പോലെയുള്ള ഒരുപാട് കഥകൾ പറയാൻ കഴിയും. എന്റെ വിഷയം അതല്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് അസീമാനന്ദയും ഇവിടെയുള്ള പത്രക്കാരുമൊക്കെ RSS ഭീകരതയെക്കുറിച്ചും സംഘപരിവാർ ഭീകരതയെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞതാണ്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്, ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾക്ക് വേണ്ടി, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ ഒരു പ്രത്യേകം സംഘടന രൂപീകരിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നു. APCR എന്ന് പറഞ്ഞിട്ട്, അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള വക്കീലന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടുള്ള പ്രത്യേകമായ ഒരു പ്രൊഫഷണൽ സംഘടനയായിരുന്നു. അതിന്റെ ദേശീയ സെക്രട്ടറി ഉണ്ട്, ഡോക്ടർ ഷക്കീൽ അഹമ്മദ് സാഹിബ്. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. ഗുജറാത്ത് കലാപത്തെ തുടർന്ന് ആയിരക്കണക്കിന് കേസുകൾ ഓപ്പൺ ചെയ്ത് ഗുജറാത്തിലെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ ഇതിഹാസം തീർത്ത മനുഷ്യനാണ്. അദ്ദേഹം APCRന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നിത്യരോഗിയാണ്, വാതരോഗിയാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത വാതരോഗിയാണ്. പക്ഷെ അതിനിടയിൽ തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാം? 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മകനെ, വിദ്യാർത്ഥിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനെ ക്രൂരമായിട്ടുള്ള കോട്ടയിൽപ്പെടുത്തി മോഡി അറസ്റ്റ് ചെയ്തു. ഭീകരമായ രീതിയിൽ പീഡിപ്പിച്ചു. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഭീകരതയുടെ പേരിൽ ഒരു സമൂഹത്തെ തന്നെ റാഞ്ചിയെടുത്ത് നട്ടല്ലൊടിച്ച് തല്ലിച്ചതച്ച് ഇല്ലാതാക്കുന്ന ഈ ഭരണകൂട ക്രൂരതക്കെതിരെയുള്ള സമരം എന്ന് പറയുന്നത് ധീരന്മാരുടെ സമരമായിരുന്നു, ആൺകുട്ടികളുടെ സമരമായിരുന്നു.
ആ സമരം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി, വർഷങ്ങളായി. പക്ഷെ ഈ ഭീകര സ്ഫോടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെ അസീമാനന്ദയും സംഘവും RSS ഭീകരന്മാർ ഇന്റലിജൻസിലെയും സൈന്യത്തിലെയും പോലീസിലെയും RSS സെല്ലുകൾ ഗൂഢാലോചന നടത്തി അത്യന്തം ഭീകരമായ സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുമ്പോ അതിന് ഉത്തരവാദപ്പെട്ട മുസ്ലിം സംഘടനകളുടെ ഡ്യൂട്ടി എന്താ സുഹൃത്തുക്കളെ? ഒരു ഉത്തരവാദപ്പെട്ട മുസ്ലിം സംഘടന എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുക എന്നതാണ് മുസ്ലിം സംഘടന ഉത്തരവാദിത്വം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പോ മുസ്ലിം ലീഗ് എന്തായിരുന്നു ചെയ്തത്? അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുക. ഇതിന്റെ പേരിൽ ഭീകരമായി വേട്ടയാടപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ, ചെറുപ്പക്കാരെ അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? അവർ RSSനോടൊപ്പം ചേർന്ന്